Dear students, since the examination is scheduled on 9th October, today let us discuss of some short answers that can be expected for the examination. The first one, that is domestic violence, Garhiga Pidana. Domestic violence is violence committed by someone in the victim's domestic circle. ഗാർഹിക പീഡനം എന്നാൽ വീടിൻ്റെ ചുറ്റുപാടിനുള്ളിൽ നടക്കപ്പെടുന്ന വയലൻസിനെയാണ്, ആ പീഡനങ്ങളെയാണ് ഗാർഹിക പീഡനം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അത് വീടിനുള്ളിൽ എന്ന് മാത്രമല്ല, വീടിനോടനുബന്ധിച്ചുള്ള ആ സർക്കിളിനുള്ളിലുള്ള വയലൻസിനെയെല്ലാം ഡൊമസ്റ്റിക് വയലൻസ് എന്ന ഒരു കൺസെപ്റ്റിലാണ് കണക്ക് കൂട്ടുക. ദിസ് ഇൻക്ലൂഡ്സ് പാർട്ട്നേഴ്സ് ആൻഡ് എക്സ് പാർട്ട്നേഴ്സ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, അതർ റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ഗാർഹിക പീഡനം പലരാൽ നടത്തപ്പെടാം. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, ചിലപ്പോൾ പങ്കാളിയായിരിക്കാം, പഴയ പങ്കാളികളാലായിരിക്കാം, അതുപോലെ തന്നെ ബന്ധുക്കളാൽ, ഫാമിലി ഫ്രണ്ട്സിനാൽ, ഈ രീതിയിലുള്ളവരാൽ ഗാർഹിക ചുറ്റുപാടിൽ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റുപാടിനുള്ളിൽ നടക്കുന്ന പീഡനങ്ങളെയാണ്, വയലൻസിനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് അഥവാ ഗാർഹിക പീഡനം എന്ന് പറയുക. The term domestic violence is used when there is a close relationship between the offender and the victim. അപ്പോൾ എപ്പോഴാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയുക? അത് വളരെ അടുപ്പക്കാരാൽ, ബന്ധുക്കളാൽ, അടുത്ത സുഹൃത്തുക്കളാൽ വീടിൻ്റെ ആ ഒരു ചുറ്റുപാടിനുള്ളിൽ നടത്തപ്പെടുന്ന പീഡനങ്ങളെയാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും. നമുക്കറിയാം നിരവധി വയലൻസുകളുണ്ട്. പക്ഷേ വീടിൻ്റെ, അതായത് ഒരു മനുഷ്യന് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്നത് അവൻ്റെ സ്വന്തം പാർപ്പിടമാണ്. ആ സ്വന്തം പാർപ്പിടത്തിൻ്റെ ആ ഒരു ചുറ്റളവിൽ, ആ ഒരു സർക്കിളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് കരുതപ്പെടുന്നവരാൽ, ബന്ധുക്കളാൽ, അടുത്ത സുഹൃത്തുക്കളാൽ, പങ്കാളികളാൽ അല്ലെങ്കിൽ മുൻ പങ്കാളിയാൽ, അങ്ങനെയുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നതിനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുക. മറ്റൊരു ടൈം ബ്യൂറോക്രസിയാണ്, ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ ബോഡി ഓഫ് പ്രൊഫഷണൽ ഫുൾ ടൈം ഒഫീഷ്യൽസ് എംപ്ലോയിഡ് ടു ഹാൻഡിൽ ദി സിവിൽ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ എ നോൺ പൊളിറ്റിക്കൽ കപ്പാസിറ്റി. അപ്പോൾ എന്താണ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, സിവിൽ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റിനെ അത് നടപ്പിൽ വരുത്തുവാൻ വേണ്ടി നിയമിക്കപ്പെട്ട പ്രൊഫഷണലായിട്ടുള്ള, ആ മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ബോഡിയെയാണ് ബ്യൂറോക്രസി എന്ന് പറയുക. ആൻഡ് ദേ ആർ അപ്പോയിൻറ്റഡ് നോട്ട് ഇൻ എ പൊളിറ്റിക്കൽ കപ്പാസിറ്റി. അവർ രാഷ്ട്രീയപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നേടിയവരല്ല. അവരുടെ പൊട്ടൻഷ്യലുകളാൽ, അവരുടെ കഴിവുകളാൽ, അവരുടെ പ്രൊഫഷണൽ സ്കില്ലിനാൽ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനായി നിയമിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരല്ലാത്ത, രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പറയുന്ന പേരാണ് ബ്യൂറോക്രസി. മറ്റൊരു ടൈമാണ് ചൈൽഡ് ലേബർ, ബാലവേല. ദ ടൈം ചൈൽഡ് ലേബർ ഈസ് ഓഫൺ ഡിഫൈൻഡ് ആസ് വർക്ക് ദാറ്റ് ഡിപ്രൈവ്സ് ചിൽഡ്രൻ ഓഫ് ദെയർ ചൈൽഡ്ഹുഡ്, ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ദെയർ ഡിഗ്നിറ്റി ആൻഡ് ദാറ്റ് ഈസ് ഹാംഫുൾ ടു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ബാല്യം നിഷേധിക്കുന്ന, അവരുടെ ബാല്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട അംഗീകാരം നിഷേധിക്കപ്പെടുന്ന, അവരുടെ ശാരീരികവും മാനസികവുമായ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന, അതിന് അവർക്ക് ലഭ്യമാകാതിരിക്കാനുള്ള രീതിയിൽ അവരെ തൊഴിലിലേക്ക് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയ്ക്കാണ് ചൈൽഡ് ലേബർ എന്ന് പറയുക. നമുക്കറിയാം, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവർ തൊഴിൽ ചെയ്യേണ്ടവരല്ല, മറിച്ച് അവരവരുടെ ബാല്യം ആസ്വദിക്കേണ്ടവരും അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് ചിലവഴിക്കേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതമാക്കപ്പെടുകയാണ് ചൈൽഡ് ലേബറിലൂടെ. അത് അവരുടെ മെൻ്റലായും ഫിസിക്കലായിട്ടുമുള്ള ഡെവലപ്മെൻറ്റിന് വളരെ ദോഷകരമാണ്. അത് അവരുടെ ബാല്യത്തെ നിഷേധിക്കലാണ്, അവരുടെ ചൈൽഡ്ഹുഡിനെ നിഷേധിക്കലാണ്. ഇറ്റ് റെഫേഴ്സ് ടു വർക്ക് ദാറ്റ് ഇസ് മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി ഓർ മോറലി ഡേഞ്ചറസ് ആൻഡ് ഹാംഫുൾ ടു ചിൽഡ്രൻ. അപ്പോൾ ആ ഒരു ബാല്യത്തിൽ അവർ കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവർ തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ അതവരെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും ധാർമ്മികമായുമെല്ലാം അവരുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ബാലവേല അഥവാ ചൈൽഡ് ലേബർ.
മറ്റൊരു ടേമാണ് ദളിത്. ദ വേർഡ് ദളിത് മീൻസ് ഓപ്രസ്ഡ് ഓർ ബ്രോക്കൺ. അടിച്ചമർത്തപ്പെട്ടവൻ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവൻ എന്നാണ് ദളിത് എന്ന വാക്കിൻ്റെ അർത്ഥം. ദളിത് ഈസ് ബേസിക്കലി എ കാസ്റ്റ് ഡിഫൈൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 341. ഇന്ത്യൻ ഭരണഘടനയിൽ 341 വകുപ്പിൽ ദളിതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ലിസ്റ്റഡ് ആസ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി വിഭാഗത്തിലാണ് ദളിത് എന്ന വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 341 വകുപ്പ് പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ഓപ്രസ്ഡായ, അതായത് അടിച്ചമർത്തപ്പെട്ട താഴേക്കിടയിലുള്ള വിഭാഗത്തിന് പറയുന്ന പേരാണ് ദളിത്. മറ്റൊരു ടേമാണ് റെഫ്യൂജി, അഭയാർത്ഥി. എ റെഫ്യൂജി ഈസ് എ പേഴ്സൺ ഹു ഈസ് ഔട്ട്സൈഡ് ഓഫ് ദെയർ കൺട്രി ഓഫ് ഒറിജിൻ ഓർ ഹബിച്വൽ റെസിഡൻസ് ബിക്കോസ് ദേ ഹാവ് suffered persecution on account of race, religion, nationality and public opinion. ഒരു വ്യക്തി അവൻ്റെ വർഗത്തിനാൽ, അല്ലെങ്കിൽ അവനൊരു പ്രത്യേക വർഗത്തിൽപ്പെട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവൻ്റെ നാഷണാലിറ്റിയുടെ പേരിൽ, അതല്ലെങ്കിൽ അവൻ്റെ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിൽ സ്വന്തം രാജ്യത്തു നിന്ന് പുറന്തള്ളപ്പെടുന്ന ആൾക്കാരെയാണ് അഭയാർത്ഥി എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികപരമായി സ്വതന്ത്ര അഭിപ്രായം പറയുന്നവരെ പല ഭരണകൂടങ്ങളും, പ്രത്യേകിച്ച് ഏകാധിപത്യ ഭരണകൂടങ്ങൾ, ആ രാജ്യത്ത് നിന്ന് പുറത്താക്കാറുണ്ട്. അത് പല കാരണങ്ങളാലായിരിക്കാം. ഒന്നുകിൽ അവരുടെ വർഗത്തെ അടിസ്ഥാനമാക്കി, അതുപോലെ തന്നെ അവരുടെ മതത്തെ അടിസ്ഥാനമാക്കി, അവരുടെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി. നമുക്കറിയാം, ബംഗ്ലാദേശിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ, അവരെ ബംഗ്ലാദേശ് സർക്കാർ തന്നെയാണ് എന്നാണ് പറയുക അവിടുന്ന് പുറത്താക്കുകയാണ്. അവർ ബംഗ്ലാദേശികളല്ല എന്നാണ് പറയുക. പക്ഷേ സ്വന്തം രാജ്യത്ത്, അല്ലെങ്കിൽ ജനിച്ചു വളർന്ന രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെട്ട് ആ രാജ്യം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന, മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടി വരുന്ന ആൾക്കാരെ പറയുന്നതാണ് റെഫ്യൂജി, അതായത് അഭയാർത്ഥികൾ. അവർ ജനിച്ച നാട്ടിൽ, അവർ ജനിച്ച രാജ്യത്ത് അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവർ അവിടുന്ന് പുറന്തള്ളപ്പെടുന്നു. അതിനെയാണ് റെഫ്യൂജി എന്ന് പറയുക. മറ്റൊരു ടൈമാണ് അസീലും, പൊളിറ്റിക്കൽ അസീലും എന്നുകൂടി പറയാറുണ്ട്. ഈ റെഫ്യൂജിയുടെ അടുത്ത ഘട്ടമെന്ന് വേണമെങ്കിൽ അസീലുത്തിനെ പറയാം. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ നിലപാടിനാൽ, അവരുടെ അഭിപ്രായത്താൽ, പ്രത്യേക മതത്തിൽപ്പെട്ടതിനാൽ, മറ്റെന്തെങ്കിലും കാരണത്താൽ, ഏതെങ്കിലും പ്രത്യേക റേസിൽപ്പെട്ടതിനാൽ, അല്ലെങ്കിൽ പ്രത്യേക വർഗത്തിൽപ്പെട്ടതിനാൽ പുറന്തള്ളപ്പെടുന്ന അവർ മറ്റൊരു രാജ്യത്ത് അഭയം കാക്ഷിക്കുന്നതിനെയാണ്, അഭയം തേടുന്നതിനെയാണ് അസീലും എന്ന് പറയുക, പൊളിറ്റിക്കൽ അസീലും. നമുക്കറിയാം, ബംഗ്ലാദേശിലെ എഴുത്തുകാരിയായ തസ്ലിമ നസ്രീൻ ലജ്ജ എന്ന് പറഞ്ഞ ഒരു പുസ്തകം രചിച്ചതിൻ്റെ പേര്, അത് ഇസ്ലാമിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം കൊടുത്തിട്ടുണ്ട്, അവർക്ക് പൊളിറ്റിക്കൽ അസീലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസീലും എന്നാൽ ഒരു രാജ്യത്തു നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേറൊരു രാജ്യം അഭയം നൽകുന്നതിനെയാണ് അസീലും എന്ന് പറയുക. Someone may ask for a political asylum when they are frightened to live in their own country. സ്വന്തം രാജ്യത്ത് അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് വരുമ്പോൾ മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിക്കുന്നതിനെ, മറ്റൊരു രാജ്യത്ത് സുരക്ഷിതത്വം തേടുന്നതിനെയാണ് അസീലും എന്ന് പറയുക. They will then go to another country. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യും അവരുടെ ജീവൻ രക്ഷിക്കുവാൻ. If they are allowed to live in the new country, this is called political asylum. അങ്ങനെ അഭയം ചോദിക്കുന്നവർക്ക് മറ്റൊരു രാജ്യം സംരക്ഷണം കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ അതിനെയാണ് അസീലും എന്ന് പറയുക. അപ്പോൾ സ്വന്തം നിലപാടിൻ്റെ പേരിൽ, മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ ജനിച്ചു വളർന്ന രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടുന്നൊരു വ്യക്തിക്ക് മറ്റൊരു രാജ്യം അഭയം നൽകുന്നതിനെയാണ് പൊളിറ്റിക്കൽ അസീലും എന്ന് പറയുക. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു, അവസാനത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്, അതായത് 6ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എങ്ങനെയാണ് നടപ്പിലാകുക? അപ്പോൾ ഒരു അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ് നിഷേധിക്കപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യുവാനുള്ള ഭരണഘടനയിലെ വകുപ്പിനെയാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുക. അതൊരു മൗലിക അവകാശമായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് സാധ്യമാവുക? അപ്പോൾ ഈ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക? ആ കൈകാര്യം ചെയ്യപ്പെടുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക അധികാരത്തിനാലാണ്. ആ അധികാരത്തിനെയാണ്
റിട്ടുകൾ എന്ന് പറയുക. അപ്പോൾ ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് ഹാവ് ബീൻ ഗിവൺ ദി പവർ ടു ഇഷ്യൂ റിട്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുവാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഭരണഘടന നൽകിയിരിക്കുന്ന അധികാരമാണ്, അവകാശമാണ് റിട്ട് എന്ന് പറയുക. സോ റിട്സ് ആർ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ മൗലികാവകാശ ലംഘനമുണ്ടായാൽ നമ്മൾ കോടതിയെ സമീപിക്കേണ്ടത് റിട്ട് ഫയൽ ചെയ്തുകൊണ്ടാണ്. 5 തരം റിട്ടുകളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഇഷ്യൂ ചെയ്യുക. ഏതൊക്കെയാണ് ആ റിട്ടുകൾ? 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രോഹിബിഷൻ, 4 സെർഷിയോററി, 5 കോ വാറണ്ടോ. ആക്ച്വലി ദ നോട്ട് ഓഫ് ദീസ് റിട്സ് ഹാവ് ബീൻ ഗിവൺ ഓൾറെഡി. അതുകൊണ്ടാണ് ഞാൻ ഇതിന് നോട്ട് ഇപ്പോൾ നൽകാത്തത്. അപ്പോൾ റിട്ടുകൾ എന്നാൽ മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവുകളെയാണ് റിട്ട് എന്ന് പറയുക. 5 തരം റിട്ടുകളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇത് മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് മേൽക്കോടതികൾ, അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രം, മറ്റു കോടതികൾക്ക് റിട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ അധികാരമില്ല. ഓൺലി ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് ഹാവ് ബീൻ ഗിവൺ ദി പവർ ടു ഇഷ്യൂ റിട്സ് ആൻഡ് ദീസ് റിട്സ് ആർ ഇഷ്യൂഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ യു നീഡ് ടു റൈറ്റ് ദി 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബിസൈഡ്സ് ദീസ് റിട്സ്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതോടൊപ്പം മാറ്റിവെക്കപ്പെട്ട അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ട റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഇപ്പോൾ 300A ഉൾപ്പെടുത്തിയിട്ടുള്ള ആ അവകാശവും അതോടൊപ്പം ഈ 5 റിട്ടുകൾ കൂടി ചേരുമ്പോഴാണ് ആ എസ്സേ കംപ്ലീറ്റ് ആവുക. എസ്സേ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു വിൽ ഹാവ് ടു റൈറ്റ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദി റിട്സ് ബിക്കോസ് the writs are issued for the protection of fundamental rights. മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. PIL എന്നായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപ്പര്യ ഹർജി. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഈസ് ലിറ്റിഗേഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പോൾ പൊതു താൽപ്പര്യം സംരക്ഷിക്കപ്പെടുവാനുള്ളൊരു കോടതി വ്യവഹാരമാണ് public interest litigation. In Indian law, Article 32 of the Indian Constitution contains a tool which directly joins the public with the judiciary. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ള ആർട്ടിക്കിൾ 32 പറയുന്നു, കോടതിയുമായിട്ട് പൊതുജനത്തിനുള്ള ഒരു ഡയറക്റ്റ് ജോയിനിങ് സാധ്യമാകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ ജനങ്ങൾക്ക് കോടതിയെ നേരിട്ട് സമീപിക്കുവാൻ അധികാരം നൽകുന്ന ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 32. എ PIL മേ ബി ഇൻട്രഡ്യൂസ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബൈ ദ കോർട്ട് ഇറ്റ്സെൽഫ് റാദർ ദാൻ ദി അഗ്രീവ്ഡ് പാർട്ടി ഓർ അനദർ തേർഡ് പാർട്ടി. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഇതിലെ അഗ്രീവ്ഡ് പാർട്ടി, ഇതിൻ്റെ ദോഷം അനുഭവിച്ച പാർട്ടി തന്നെ നേരിട്ട് കോടതിയെ സമീപിക്കണമെന്നില്ല. ഒരു 3ാം കക്ഷിക്കോ അല്ലെങ്കിൽ കോടതിക്ക് തന്നെയോ ഈ കേസുകൾ പരിഗണിക്കാവുന്നതാണ്. For the exercise of the court's jurisdiction, it is not necessary for the victim of the violation of his or her rights to personally approach the court. അപ്പോൾ ഒരു വയലേഷന് വിധേയമാക്കപ്പെടുന്ന ഇര നേരിട്ട് തന്നെ കോടതിയെ സമീപിക്കണമെന്ന് നിർബന്ധമില്ല. അതൊരു 3ാം കക്ഷിക്കോ സ്വമേധയാ കോടതിക്ക് തന്നെയോ ഈ കേസുകൾ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 32. അതിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കോടതി വ്യവഹാരമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താൽപ്പര്യ ഹർജി. ഇൻ എ PIL, ദ റൈറ്റ് ടു ഫയൽ സൂട്ട് ഈസ് ഗിവൺ ടു എ മെമ്പർ ഓഫ് ദി പബ്ലിക് ത്രൂ ജുഡീഷ്യൽ ആക്ടിവിസം. അപ്പോൾ ഈ ഒരു PIL ആർക്ക് ഫയൽ ചെയ്യാം? ആർക്കും ഫയൽ ചെയ്യാം. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന ഭരണഘടനയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതിക്ക് ആരിൽ നിന്നും പരാതി സ്വീകരിക്കാം. അതായത് വിക്ടിമായിരിക്കണമെന്നില്ല, ഇരയായിരിക്കണമെന്നില്ല. പൊതു താൽപ്പര്യം മുൻനിർത്തി ആർക്ക് വേണമെങ്കിലും കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ദ മെമ്പർ ഓഫ് ദി പബ്ലിക് മേ ബി എ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഇൻഡിവിജ്വൽ. അങ്ങനെ ഈ പൊതു താൽപ്പര്യ ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കുന്ന ചിലപ്പോൾ ഒരു NGO ആകാം, സന്നദ്ധ സംഘടനയാകാം,
അല്ലെങ്കിൽ വ്യക്തികളാകാം, അല്ലെങ്കിൽ സ്ഥാപനങ്ങളാകാം, ആർക്കും ഒരു പൊതു താൽപ്പര്യത്തെ സംരക്ഷിക്കുവാൻ കോടതിയെ സമീപിക്കുവാനുള്ള അധികാരം പബ്ലിക്കിന് നൽകപ്പെട്ടിട്ടുള്ള ആ ഒരു സംവിധാനത്തിനെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുക. അത് വ്യക്തികളാകാം, സ്ഥാപനങ്ങളാകാം, NGOകളാകാം, ആർക്ക് വേണമെങ്കിലും കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്യുവാൻ സാധിക്കും. The Supreme Court of India, rejecting the criticism of judicial activism, has stated that the judiciary has stepped in to give direction because due to execute inaction, the laws enacted by parliaments and the state legislatures for the poor since independence have not been properly implemented. സുപ്രീം കോടതി പറയുന്നു, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം പാവപ്പെട്ടവൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യപ്പെടണമെങ്കിൽ കോടതിയുടെ ഇടപെടലുകൾ ആവശ്യമായിട്ട് വരും. അങ്ങനെ കോടതിയുടെ ഇടപെടൽ ആവശ്യമായിക്കൊണ്ട് ഒരു പ്രത്യേക വിഷയത്തിൽ പൊതു താൽപ്പര്യം മുൻനിർത്തി ഏതൊരു വ്യക്തിക്കും കോടതിയെ സമീപിക്കാവുന്ന ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് PIL അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 RTI. റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് ആക്ട് of the Parliament of India to provide for setting out the practical regime of the right to information for citizens and replaces the SOL Freedom of Information Act 2002. 2002 ഇൻഫർമേഷൻ ആക്ടിനെ മാറ്റിക്കൊണ്ട് 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ പൗരന്മാർക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയ ഒരു നിയമത്തിനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുക, വിവരാവകാശ നിയമം. 2005 ഈ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. ദിസ് ലോ വാസ് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഓൺ 15 June 2005 ആൻഡ് കെയിം ഫുള്ളി ഇൻ ടു ഫോഴ്സ് ഓൺ 12 October 2005. 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന നിയമം October 12, 2005 അത് പ്രാബല്യത്തിൽ വന്നത്. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? It is an act to provide for setting out the practical regime of right to information for citizens to secure information under control of public authorities. പൊതു സ്ഥാപനങ്ങളിൽ നിന്നും ഒരു ആവശ്യമായ വിവരം ശേഖരിക്കുവാൻ പൗരന്മാരെ അധികാരപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പൗരന്മാർക്ക് ലഭ്യമാകുന്ന അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു പൗരന് കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ അധികാരപ്പെട്ട അതോറിറ്റികൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ ഈ നിർദ്ദേശത്തിലൂടെ, ഈ അധികാരത്തിലൂടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും കൃത്യമായ വിവരങ്ങൾ, അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശമുണ്ട്, നിയമപ്രകാരം തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 തന്നെ. ദ ബേസിക് ഒബ്ജക്റ്റ് of the Right to Information Act is to empower the citizens, promote transparency and accountability in the working of the government, contain corruption and make our democracy work for the people in real sense. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയത്? ആ ആക്ടിലൂടെ ദി ആക്ട് എംപവേഴ്സ് ദി സിറ്റിസൺസ്. എന്തിന്? ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ വർക്കിംഗ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തുവാൻ, ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തുവാൻ, അവർ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തുവാൻ, അതിലൂടെ കണ്ടെയ്ൻ കറപ്ഷൻ, അഴിമതിയെ ഇല്ലാതാക്കുവാൻ, ആൻഡ് മേക്ക് അവർ ഡെമോക്രസി വർക്ക് ഫോർ ദി പീപ്പിൾ ഇൻ റിയൽ സെൻസ്. അങ്ങനെ ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ. അപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നത് ജനഹിതമനുസരിച്ചാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഉറപ്പുവരുത്തുവാൻ ജനങ്ങൾക്ക് നൽകിയിട്ടിരിക്കുന്ന ഒരു ആയുധമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഈ ആക്ടിലൂടെ ഏതൊരു വ്യക്തിക്കും, ഏതൊരു പൗരനും ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതൊരു സ്ഥാപനത്തിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കും. അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്, എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ മേ റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം എ പബ്ലിക് അതോറിറ്റി വിച്ച് ഈസ് റിക്വയർഡ് ടു റിപ്ലൈ എക്സ്പെഡീഷ്യസ്ലി ഓർ വിതിൻ 30 days. അപ്പോൾ ഈ നിയമം മൂലം ഒരു പൗരൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൻ്റെ, പബ്ലിക് അതോറിറ്റിയുടെ, ഒരു ബോഡി ഓഫ് ഗവൺമെൻറ്റിൻ്റെ
പ്രവർത്തനത്തെ സംബന്ധിച്ച് വിവരങ്ങൾ ആരാഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ കൃത്യമായ വിവരങ്ങൾ പൗരന് ലഭ്യമാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ നിയമത്തിലൂടെ. അപ്പോൾ സർക്കാരിൻ്റെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് പൗരന്മാർക്ക് മനസ്സിലാക്കുവാൻ, അവർക്കത് മനസ്സിലാക്കുവാൻ ചോദിക്കുവാനുള്ള അധികാരപ്പെടുത്തുന്ന നിയമത്തിനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുക. അത് അഴിമതിയെ ഇല്ലാതാക്കുവാൻ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ട്രാൻസ്പെറൻ്റ് ആക്കുവാൻ, അവർ അക്കൗണ്ടബിളായി മാറുവാൻ, അതോടൊപ്പം ജനാധിപത്യം അതിൻ്റെ യഥാർത്ഥ സെൻസിലേക്ക് വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പൗരന്മാർക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയൊരു വെപ്പണാണ്, ഏറ്റവും വലിയൊരു ആയുധമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005.